നമസ്കാരം. ഞാൻ ആറ്റേൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിഷു ബമ്പറിനെ കുറിച്ചാണ്. ഇപ്പോൾ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓണം ബമ്പറിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഗസ്സിങ് ആണത്. അതായത് ഈ വരുന്ന 2025 മെയ് മാസം 28 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ സംഖ്യയാണ്, അതായത് നമ്പർ. എന്താണ് നമ്പർ? അതായത് ഈ വരുന്ന അന്നത്തെ പ്ലാനറ്റ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. 2ാം ഭാവാധിപൻ 11-ൽ വരിക, 11ാം ഭാവാധിപൻ 2-ൽ വരിക, ഭാഗ്യാധിപൻ 7-ൽ വരിക, 2ാം ഭാവാധിപൻ 5-ൽ വന്ന് 11ാം ഭാവം ദൃഷ്ടി ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു രാശിക്കാണ്, അത് രാശികൾ, ഇവർക്കാണ് ഈ ഭാഗ്യം സിദ്ധിക്കുന്നത്. അപ്പം നമുക്കിപ്പം ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം സിദ്ധിക്കും? പ്രൈസുകൾ, എണ്ണമറ്റ പ്രൈസുകളുണ്ട്. ഫസ്റ്റ് പ്രൈസ് 12 കോടിയാണ്. പിന്നെ ബാക്കി നമുക്കിപ്പം കോടിയുണ്ട്, ലക്ഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്നില്ല. അപ്പം ബുധനാഴ്ചയുടെ ഒരു പ്രത്യേകത, അന്നേ ദിവസം മകേര നക്ഷത്രമാണ്, 3ാം പാദം, മിഥുനക്കൂറിലാണ് അന്നത്തെ ചന്ദ്രൻ്റെ സ്ഥിതി, അതും ഗുരുവിൻ്റെ കൂടെ. അപ്പോൾ ഇതിലൊരു പ്രത്യേകത, അന്ന് മിത്രഗ്രഹങ്ങൾ സംയോഗം സംഭവിക്കുകയാണ്. മിത്രഗ്രഹങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ശുക്ര ശനി മിത്രഗ്രഹങ്ങൾ സംയോഗം മീനത്തിൽ, ബുധരവി സംയോഗം ഇടവത്തിൽ മിത്രഗ്രഹങ്ങളാണ്, ചന്ദ്രനും ഗുരുവും മിഥുനത്തിൽ മിത്രഗ്രഹങ്ങൾ, കുജൻ കർക്കിടകത്തിലാണ്. അപ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ്, ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം സിദ്ധിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ലോട്ടറി മാത്രമല്ല കേട്ടോ, നമുക്ക് ചില കുറി വീണു ലോട്ടറി, ഇതിൽ നമുക്ക് ചിട്ടി കുറി, പിന്നെ ഏതെങ്കിലും പ്രൈസ് ഇത്യാദി ടെക്സ്റ്റൈൽസിലോ ജ്വല്ലറിയിലോ ഇതും കിട്ടാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്ക് ലോട്ടറിയിലെ നമ്പർ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നോക്കുന്നത് കർക്കിടകക്കാർക്ക്, അതായത് പുണർതങ്കാല്, പൂയം, ആയില്യം അടങ്ങുന്നതാണ് കർക്കിടകക്കൂറ്. ഇവർക്ക് 2ാം ഭാവാധിപൻ 11-ൽ ബുധൻ്റെ കൂടെ വരെയാണ്. വളരെ പ്രത്യേകതയാണ്. അപ്പോൾ സൂര്യബലമുണ്ട്. പകലാണ് നറുക്കെടുപ്പ്, ഉച്ചയ്ക്ക് 2 മണി. വരുന്ന മെയ് 28, 2025 ഉച്ചയ്ക്ക് 2 മണിക്ക് ബുധനാഴ്ച. അന്ന് മകേര നക്ഷത്രം, വെളുത്ത പക്ഷ ദ്വിതീയ തിഥിയാണ്. വളരെ പ്രത്യേകമുള്ള ദിവസമാണ്. അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് എടുക്കേണ്ട നമ്പർ എന്ന് പറയുന്നത്, അത് സംഖ്യ 1ാം നമ്പർ എടുക്കുക. ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് 1ാം നമ്പറാണ്. അത് സൂര്യനെ വെച്ചിട്ടാണ് പറയുന്നത്. അത് കൂട്ടി വരുമ്പോൾ ചിലവർ 4 സംഖ്യ കൂട്ടിയെടുക്കും, ചിലവർ മൊത്തവും കൂട്ടിയെടുക്കും. അത് എങ്ങനെ ആയിക്കോട്ടെ. നമുക്ക് ചിലർ 4 സംഖ്യയ്ക്ക് 5000 കിട്ടിയാൽ മതി എന്നുള്ള ഒരു സംതൃപ്തി, അത് മതി. ചിലർ 6 സംഖ്യ കൂട്ടിയെടുക്കും. നമുക്ക് സംഖ്യ കൂട്ടുമ്പോൾ 1ാം നമ്പർ വരണം. അതും കർക്കിടകക്കൂറുകാർക്ക്, പുണർതങ്കാല്, പൂയം, ആയില്യം. പിന്നെ 2ാമത് ചോയ്സ് എന്ന് പറയുന്നത് 5ാം നമ്പർ. ഇപ്പോൾ ബുധനും രവിയും ചേർന്നാണ് 11-ൽ നിൽക്കുന്നത് അന്നത്തെ പ്ലാനറ്റ് അനുസരിച്ച്. അപ്പോൾ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് 5ാം നമ്പർ. ഇപ്പോൾ 5ാം നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കൂട്ടാം? 4 സംഖ്യ കൂട്ടുമ്പോഴും 5 വരണം, 6 സംഖ്യ കൂട്ടുമ്പോഴും 5 വരണം. ഇനി അടുത്ത് വരുന്നത് കന്നിക്കൂറുകാർക്ക്. കന്നിക്കൂറിൽ ഏതെല്ലാം നക്ഷത്രം വരും? ഉത്തരമുക്കാല്, അത്തം, ചിത്തിര, അര. ഇവർക്ക് 9ാം ഭാവാധിപനും 5, 6ാം ഭാവാധിപനും 7-ലാണ് സ്ഥിതി. അപ്പോൾ ദൃഷ്ടി വരെയാണ് രാശിക്ക്. അപ്പോൾ അവിടെ ഭാഗ്യസംഖ്യ വരുന്നത് 6ആണ്, ശ്രദ്ധിക്കുക. ശുക്രൻ്റെ നമ്പരായ 6. 2 9ാം ഭാവാധിപനായ ശുക്രൻ 7-ൽ ശനിയുടെ കൂടെ സഞ്ചരിക്കുന്നത് പെട്ടെന്ന് ഭാഗ്യം സിദ്ധിക്കും. അത് 2 മിത്രഗ്രഹങ്ങളാണ്. അപ്പോൾ എടുക്കേണ്ടത് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് 6ാം നമ്പർ, സെക്കൻഡ് ചോയ്സ് 8ാം നമ്പർ. പിന്നെ 11-ലാണ് കുജൻ്റെ സ്ഥിതി. അപ്പോൾ ആ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് 3ാമതൊരു ചോയ്സും കൂടെ നോക്കാം. അപ്പോൾ ഇതിലൊരു പ്രത്യേകത, കന്നിക്കൂറുകാർ എടുക്കേണ്ടത് 10ാം ഭാവാധിപനായ മിഥുനത്തിൽ ചന്ദ്രനും ഗുരുവും നിൽക്കുന്നത് കൊണ്ട് അത് മിത്രഗ്രഹങ്ങളാണ്. ഒരു 5 പേരോ 14 പേരോ 23 പേരോ 5 അക്കം പറഞ്ഞു കൂട്ടി വരുമ്പോൾ 5 പേരോ 14 പേരോ 23 വരെ ചേർന്ന് ഒരു കൂട്ടായ്മയായിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് വരാനുള്ള ചാൻസ് ഉണ്ട്, അവസരമാണ്, ഭാഗ്യം സിദ്ധിക്കും. അപ്പം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രം ഉത്തരമുക്കാല്, അത്തം, ചിത്തിര, അര. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ധനുക്കൂറുകാരാണ്. അപ്പോൾ ധനുക്കൂറിന് എങ്ങനെ പറയാം? 2ാം ഭാവാധിപൻ 4-ലാണ് ശുക്രൻ്റെ കൂടെ സ്ഥിതി. അപ്പോൾ അവിടെയും 11ാം ഭാവാധിപൻ്റെ ഒരു സ്ഥിതി വരെയാണ്. അപ്പം ധനുക്കൂറുകാർക്ക് 11ാം ഭാവാധിപൻ ആരാണ്? ശുക്രൻ.
ശുക്രനും 2-ാം ഭാവാധിപനും 4-ൽ സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രത്യേകതയാണ്. പിന്നെ അന്നേ ദിവസം 7-ൽ ചന്ദ്രനും ഗുരുവും ഉണ്ട്. ഇവരെടുക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് 8-ാം നമ്പറാണ്. 2-ാം ഭാവാധിപനായ ശനി ശുക്രൻ്റെ കൂടെ നിൽക്കുന്നത് വളരെ പ്രത്യേകതയാണ്. 8-ാം നമ്പർ എടുക്കുന്നത് പെട്ടെന്ന് ഭാഗ്യം സിദ്ധിക്കും. പിന്നെ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് 3-ാം നമ്പർ എടുക്കാം. അതായത് 4 രാശി 4-ാം ഭാവാധിപൻ ചന്ദ്രൻ്റെ കൂടെ 7-ൽ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഒരു 3-ാം നമ്പർ സെലക്ട് ചെയ്യാം. കൂട്ടുസംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. ചിലവർ 4 നമ്പർ കൂട്ടും, ചിലവർ 6 നമ്പർ കൂട്ടും. എങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് കൂട്ടുസംഖ്യയാണ് കണക്ക്. അതിപ്പോൾ ഒരു സംശയം കുറേ പേർക്ക് വരുന്നുണ്ട്, എന്താണ് ഇങ്ങനെ കൂട്ടി വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 3-ാം നമ്പർ തന്നെ നമുക്ക് ഒരു സപ്പോസ് ചെക്ക് ചെയ്യാം. 4 3 കൂട്ടുമ്പോൾ 12 അതായത് 4 സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. അത് ടിക്കറ്റിൻ്റെ അവസാനം പറഞ്ഞ 4 സംഖ്യ 3 3 3 3. അപ്പോൾ 4 3 ആകുമ്പോൾ 12. അപ്പോൾ 12 വീണ്ടും കൂട്ടണം. 2 1 3. അപ്പോൾ മൂന്നാമത്തെ നമ്പറായി, സംഖ്യ 3. ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ 4 8 ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു 12 ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ 4 3 അല്ല, 12 12. അപ്പോൾ എന്ത് വരും? 3 3 6. 12 12 3 3 6, സംഖ്യ 6. ഇങ്ങനെയാണ് നമ്മൾ കൂട്ടി എടുക്കേണ്ടത്. അപ്പം ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം, കാലി ഇവർ എടുക്കേണ്ട സംഖ്യ ഫസ്റ്റ് ചോയ്സ് 8, സെക്കൻഡ് ചോയ്സ് 3. കൂട്ടുസംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2025 മെയ് മാസം 28-ാം തീയതി ബുധനാഴ്ച, അന്ന് മകേര നക്ഷത്രമാണ്, മിഥുനക്കൂറാണ്, വെളുത്ത പക്ഷ അതായത് ശുക്ലപക്ഷ ദ്വിതീയ തിഥി, വളരെ പ്രത്യേകമുള്ള ദിവസമാണ്. അപ്പോൾ ഇതിലൊരു മറ്റൊരു പ്രത്യേകത, 3 രാശിയിലും മിത്രഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാണ്. ഉദ്ദേശം മീനത്തിൽ ഉച്ചശുക്രനും ശനിയും, ഇടവത്തിൽ ബുധനും രവിയും, മിഥുനത്തിൽ ഗുരുവും ചന്ദ്രനും. അപ്പോൾ ഇതെല്ലാം മിത്രങ്ങളാണ്. അപ്പം വളരെ പ്രൈസ് അടിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അപ്പം ഒരു ഭാഗ്യപരീക്ഷ നടത്താം. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, അപ്പം നമുക്ക് കുറി വീഴാനുള്ള ഒരു ചാൻസും ഉണ്ട്. ചിലവരൊക്കെ ഒരു 10 ലക്ഷത്തിൻ്റെ ഒക്കെ കുറി എടുത്ത് കാണും. അപ്പം ഈ പ്രാവശ്യം നമുക്ക് അതിൽ കുറിയിൽ വീഴുമെന്നൊക്കെ ആലോചിച്ചിരിക്കും. അത് കിട്ടാനുള്ള അവസരമുണ്ട്. ഇനി അടുത്ത് വെക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക്. കുംഭക്കൂർക്ക് എങ്ങനെ പറയാം? 2-ാം ഭാവാധിപൻ ഗുരു 5-ലാണ്. 5-ൽ വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ കൂടെ സ്ഥിതി. അപ്പം 2-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനായ ഗുരു 5-ൽ വരുന്നത് 3-ാം നമ്പർ എടുക്കുക. ബമ്പർ എടുക്കുന്നത് വളരെ പ്രത്യേകതയാണ്. അപ്പോൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം അവിട്ടമര, ചതയം, പുരുരുട്ടാതി, മുക്കാലി. ഇവർക്ക് ഈ ഭാഗ്യപരീക്ഷണം നടത്താം. അപ്പോൾ എന്തുകൊണ്ടും ഈ 4 രാശിക്കാർക്ക് ഈ വർഷത്തെ വിഷു ബമ്പറിൽ അവസരമുണ്ട്. അപ്പോൾ ഒരാൾക്കല്ലേ 12 കോടി രൂപ കിട്ടുള്ളൂ. പിന്നെ എണ്ണമറ്റ പ്രൈസുകളുണ്ടല്ലോ, ലക്ഷങ്ങളുടെ പ്രൈസുണ്ട്, 1 കോടിയുടെ ഒക്കെ പ്രൈസുകളുണ്ട്. എന്തായാലും എല്ലാവർക്കും ഈ നക്ഷത്രക്കാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം പറയാം. സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു ഗ്രഹത്തിനെ നമുക്ക് അതിൻ്റെ ആധീനം, അതായത് അതിൻ്റെ സ്വാധീനം എന്ന് പറയും. തമിഴാണ് ആധീനം എന്ന് പറയുന്നത്. ഇപ്പം മലയാളത്തിൽ നമുക്ക് ആ ഗ്രഹസ്വാധീനം ജലരാശിയിലാണ് ശുക്രൻ്റെ സ്ഥിതി. അത് ജലരാശി, ജലസംബന്ധമായിട്ടുള്ളതിൻ്റെ അടുത്ത്. അപ്പോൾ എങ്ങനെ ഉദ്ദേശിക്കുക? നമുക്ക് ബീച്ചിൻ്റെ അടുത്തുള്ള ലോട്ടറി കടയിലോ, അല്ലെങ്കിൽ കുളത്തിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും, ഇപ്പോൾ അമ്പലക്കുളമൊക്കെ സ്ഥിതി ചെയ്യുന്നില്ലേ, അതിൻ്റെ അടുത്തുള്ള ലോട്ടറി ഷോപ്പിലോ, ബീച്ചിൻ്റെ അടുത്തുള്ള ലോട്ടറി ഷോപ്പിലോ, അല്ലെങ്കിൽ റിവർ, അതായത് നമ്മളെ ആറിൻ്റെ അടുത്തുള്ള, ഇപ്പം ആറിൻ്റെ അടുത്തൊക്കെ, ഇപ്പം മെയിൻ റോഡിലെ ആറിൻ്റെ അടുത്തൊക്കെ ഉള്ള ലോട്ടറി കടയിലൊക്കെ എടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഭാഗ്യം സിദ്ധിക്കും. അതായത് അതിൻ്റെ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. നഗരവും വരും, നഗരം. ഇപ്പോൾ ഹൈ റേഞ്ച് ഒന്നും അത്ര വരാൻ ചാൻസ് ഇല്ല, നഗരം വരാനുള്ള അവസരമുണ്ട്. ഹൈ റേഞ്ച് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫാൾസ് ഉള്ള ഏരിയ, ജലസാന്നിധ്യമുള്ള സ്ഥലത്തുള്ള കടകളിൽ നമുക്ക് ഇതിൻ്റെ ശുക്രൻ്റെ ആധിക്യം വരും, അത് സ്വാധീനം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അമ്പലക്കുളത്തിൻ്റെ അടുത്തോ, ബീച്ചിൻ്റെ അടുത്തോ, ഫാൾസിൻ്റെ അടുത്തോ ഉള്ള ചെറിയ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ, അവിടെ ലോട്ടറി ഏജൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഭാഗ്യസിദ്ധിക്കും. ശുഭമസ്തു.